റോക്കി, ജെയ്ബിൻ, അജ്മൽ, അശ്വിൻ, ഇത്രയും പേര്. അപ്പൊ പറഞ്ഞിരിക്കുന്ന ഉത്തരം വളരെ 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 ശരി തന്നെയാണ്. കുഞ്ഞിക്കൂരൻ മൂവിയിലെ ദിലീപിന്റെ ഡയലോഗാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. വിജയിൽ കൂടെയുള്ളത് ഞാൻ ചീഫ് എല്ലാ കേട്ടുകൊണ്ടിരിക്കുന്നത് ലൂസ് ടോക്സ് ഓൺലി ഓൺ ചെന്നിരിക്കുമ്പോ തന്നെ ഒന്നൊരു ഓർഡറിനല്ലല്ലോ പോകുന്നത്. ഒരു ബെഡ് വരുമ്പോ അടുത്ത ബെഡ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുന്നു. മറ്റേ സിസ്റ്റത്തിലാണെങ്കിൽ ആര് വന്നു ഇത് അറിയാൻ പറ്റുമല്ലോ, ഓരോ ഫ്ലോറിൽ ഇരുന്നോണ്ട്. ഇവിടുത്തെ സിസ്റ്റത്തിനൊക്കെ വൈറസ് അറ്റാക്ക് പറ്റുന്നതാണ് പറഞ്ഞത്. വൈറസ് അറ്റാക്ക് കണ്ടുപിടിക്കുന്നു. 1000 സിസ്റ്റത്തിന് മോഡുണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. വീണ്ടും ഒരു ഹോസ്പിറ്റൽ ഡേ ആണ്. അമ്മനെ കൊണ്ട് നമ്മൾ ഇന്നും ഹോസ്പിറ്റലിൽ പോകാൻ നമുക്കൊരു വേദന. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി പോവാം. കുഞ്ഞുണ്ണി പോകുന്നതിന് മുമ്പ് അവനുള്ളപ്പോൾ തന്നെ എളുപ്പത്തിൽ പോയി വരാൻ പറ്റില്ല. പിന്നെ ഊബർ മേടിക്കണം, പ്രശ്നമാണ്. ഇപ്പം നമുക്ക് നമ്മുടെ ഒരാളുള്ളപ്പം സുഖമാണല്ലോ. അതുകൊണ്ട് എന്തായാലും പോവാം. പോവാ. എവിടെ ഇരിക്കും? അവർക്ക് സീറ്റ് കിട്ടിയോ? ഡോക്ടറിൻ്റെ സ്ഥലം എവിടെയെന്ന് അറിയാമോ എനിക്ക്? അങ്ങനെ സ്ഥലം എവിടെ നിന്നല്ലോ ഇനി? ഓക്കെ ഓക്കെ. ഇനി ഡോക്ടറിൻ്റെ സ്ഥലം എവിടെയാ? ഇവിടെയാ? ഇവിടെ ഇരുന്നാൽ പോരെ? സിറ്റ് സിറ്റ് സിറ്റ്. ഇവിടെ ഇരുന്നാൽ മതി. ഇവിടുത്തെ സിസ്റ്റേഴ്സിനൊക്കെ വൈറസ് അറ്റാക്ക് പറ്റുന്നതാണ് പറഞ്ഞത്. വൈറസ് അറ്റാക്ക് കണ്ടുപിടിക്കുന്നു. 1000 സിസ്റ്റത്തിന് മോഡുണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. എന്താ കുഞ്ഞ് നാളെ പോകുന്ന പറഞ്ഞുണ്ടല്ലേ, ഞാൻ ഇന്ന് വരത്തില്ലായിരുന്നു. നാളെ വരുമല്ലോ. നാളെ ഉറപ്പായിട്ടും പോകണമെന്ന്. അങ്ങനെ പറഞ്ഞോടോ ഞാൻ. ജാമ്യം കഴിഞ്ഞു. ചെന്നിരിക്കുമ്പോ തന്നെ ഒന്നൊരു ഓർഡറിനല്ലല്ലോ പോകുന്നത്. ഒരു ബെഡ് വരുമ്പോ അടുത്ത ബെഡ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവുന്നു. മറ്റേ സിസ്റ്റത്തിലാണെങ്കിൽ ആര് വന്നു ഇത് അറിയാൻ പറ്റുമല്ലോ, ഓരോ ഫ്ലോറിൽ ഇരുന്നോണ്ട് ഏത് റൂമിൽ നിന്നാ പോയെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഇതിപ്പോ ഇവർക്ക് ഇതൊന്നും പറ്റുന്നില്ല. അവരിതെല്ലാം സിസ്റ്റത്തിൽ അപ് ടു ഡേറ്റ് ആണ്. ഇതിപ്പോൾ ഒന്നും അറിയാൻ പറ്റുന്നില്ല. അവരിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പാവം 1000 നമ്മളുടെ രാജേഷ് ഡോക്ടർ പറയില്ല 1000 കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പോൾ ഈ 1000 കമ്പ്യൂട്ടറിൽ ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് വൈറസ് അറ്റാക്ക് വന്നത് അവരെങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ചികിത്സിക്കാൻ ചെന്നപ്പോൾ അവർ വന്ന് കുറേ പേഷ്യൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അതെല്ലാം നമ്മളെ പോലുള്ള പേഷ്യൻ്റ് അല്ല, അതെല്ലാം എമർജൻസി പേഷ്യൻസ് ആണല്ലോ. അപ്പം കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. നമ്മൾ എത്ര നേരം നിർത്താൻ വെയിറ്റ് ചെയ്യാം? മറ്റേത് ഒരു ഓർഡറിലായിരുന്നല്ലോ, ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഓർഡറിലല്ല. ഡോക്ടർക്കും എല്ലാം ബുദ്ധിമുട്ടായില്ലേ ഡോക്ടർ? പിന്നെ അല്ല, 3 ദിവസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ അതിൻ്റെ പുറകിൽ ഇരുന്നിട്ടുണ്ടാവേ. ഇത്രയും പേഷ്യൻസിൻ്റെ ഡാറ്റ റിക്കവർ ചെയ്യണ്ടേ? 1000 കമ്പ്യൂട്ടറിൽ നിന്ന് പോകുന്നില്ല. അവരെ റിക്കവർ ചെയ്തെടുക്കുമായിരിക്കും. ഇത്രയും പേഷ്യൻസിൻ്റെ ഡാറ്റ റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ എന്ത് പണിയാന്ന് വിചാരിച്ചിട്ടാ? 1-2 പേഷ്യൻസ് ആണോ? പുതിയവർക്കില്ല, പുതിയതായിട്ട് വരുന്നവർക്ക് പ്രശ്നമില്ല. 1-2 പേഷ്യൻസ് ആണോ? ലക്ഷക്കണക്കിന് പേഷ്യൻസ് അല്ലേ? ഇവരെല്ലാവരുടെയും ഡാറ്റ കാണിച്ചതും മെഡിസിൻ എഴുതിയതും എല്ലാം റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ എന്തുമാത്രം സമയം എടുക്കും? അതല്ലേ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൽ ഇതെല്ലാം പടർന്നത് പെട്ടെന്നല്ല. പക്ഷെ ഇത് 1000 കമ്പ്യൂട്ടർ ഇല്ലേ? പെട്ടെന്ന് 1000 കമ്പ്യൂട്ടർ 1000 സിസ്റ്റം ഉണ്ട്. അതാ പറഞ്ഞത്, ചിലപ്പോൾ അങ്ങനെ ആയാലും ചെയ്തായിരിക്കാം. ഹോസ്പിറ്റൽ ഇപ്പൊ തന്നെ ഹോസ്പിറ്റൽ ഡൗൺ ആയില്ലേ? എത്രയോ പേഷ്യൻസ് പോയി. അവിടെ തന്നെ അവരൊന്നും ആയിരിക്കില്ല, വേറെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റായിരിക്കും. അല്ലെ അങ്ങനെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നിട്ടായിരിക്കും. ഇവരുടെ എനിമീസ് ആയിട്ടുള്ളവരുണ്ടാവും, അവരായിരിക്കും. നമുക്കറിയില്ല. ഇവിടെ ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കുറേ ഉണ്ടല്ലോ, 2-3 ഉള്ളൂ. മൾട്ടി സ്പെഷ്യാലിറ്റി ആണ്. മറ്റേതൊന്നും മൾട്ടി സ്പെഷ്യാലിറ്റി അല്ല.
അപ്പോൾ ഈ വൈറസ് അറ്റാക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് ഇനി ഉണ്ടാവാതിരിക്കാൻ നോക്കണം. ഇത്രയും ഡാറ്റ റിക്കവർ ചെയ്യണം. പിന്നെ ഏത് കമ്പ്യൂട്ടറിൽ നിന്നും ചെക്ക് ചെയ്യണം. ഇന്ന് വന്നവൻ്റെ ഒക്കെ ഇന്നും ഇന്നലെയും മിന്നൊക്കെ വന്ന് അടിച്ച് അവരെ എഴുതി വെച്ചിട്ടുണ്ടാവുമായിരിക്കും. എഴുതി വെക്കുന്നില്ല, എഴുതി വെച്ചതൊക്കെ അടിച്ച് കയറ്റണ്ടേ. സ്റ്റാഫിനും ഡോക്ടർമാർക്ക് എല്ലാവർക്കും പണിയാണ്. എന്തായാലും കഷ്ടമായിപ്പോയി. താഴ്മയുള്ള ഡോക്ടർമാരല്ലേ. സ്റ്റാഫുമാരോടൊക്കെ പാവം തോന്നുമായിരുന്നു ശരിക്കും. പാവം അവർക്ക് നിസ്സഹായാവസ്ഥയല്ലേ, എന്ത് ചെയ്യാൻ പറ്റും. ഒരിച്ചിരി അനുകൃത വർത്തമാനവുമായി ലൂസ് ടോക്സുമായി മിർച്ചിയിൽ കൂടിയുള്ളത് ഞാൻ മിർച്ചീഫല്ല. അപ്പൊ നമ്മളിവിടെ ഒരു കുട്ടി ഗെയിം കളിക്കുമായിരുന്നു അല്ലെ. മലയാളത്തിലെ ഒരു പോപ്പുലർ മൂവി ഡയലോഗ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ച് ആ ഒരു മൂവി ഏതാണെന്ന് കണ്ടുപിടിക്കൂ എന്നുള്ളതായിരുന്നു തന്നിരുന്ന ടാസ്ക്. ആ ഒരു ഡയലോഗ് ഞാൻ ഒന്നുകൂടെ പറയാട്ടോ. കുഞ്ഞെന്നൊക്കെ നാട്ടുകാർ വിളിക്കണതാ, പക്ഷെ ഞാൻ എന്നെ തന്നെ വിളിക്കണത് വിമൽ കുമാർ എന്നാ. അപ്പത്തേ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ആരൊക്കെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വിദ്യ പോൾ, അജിത്, ബിന്ദു, വിഷ്ണു, റോക്കി, ജയ്ബിൻ, അജ്മൽ, അശ്വിൻ, ഇത്രയും പേര്. അപ്പൊ പറഞ്ഞിരിക്കുന്ന ഉത്തരം വളരെ 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 ശരി തന്നെയാണ്. കുഞ്ഞിക്കൂരൻ മൂവിയിലെ ദിലീപിന്റെ ഡയലോഗാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. മിർച്ചിയിൽ കൂടെയുള്ളത് ഞാൻ മിർച്ചീഫ് എല്ലാ കേട്ടുകൊണ്ടിരിക്കുന്നത് ലൂസ് ടോക്സ് ഓൺലി ഓൺ ഇന്ന് രാജഗിരിയിൽ അമ്മേനെ കാണിച്ച ശേഷം പിന്നെ അമ്മേനെ കൊണ്ട് പോയത് വേറൊരു പ്രമുഖ ആശുപത്രിയിലാണ്. ആ പ്രമുഖ ആശുപത്രിയുടെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല, അത് വിട്ടേക്കാം. അപ്പോൾ അവിടുന്ന് കുറച്ച് ട്രീറ്റ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പം നാളെ ഒരു എന്താ പറയുക സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് ആസ്റ്റർ മെഡിസിറ്റിയിൽ പോകണം. മേൽപ്പറഞ്ഞ പ്രമുഖ ആശുപത്രിയിൽ നിന്ന് ഇനിയിപ്പോൾ നാളെ എന്താ പറയുക ഇത് സ്കാനിങ് റിപ്പോർട്ട്, MRI സ്കാനിങ് റിപ്പോർട്ടും മറ്റുമൊക്കെ വാങ്ങിയിട്ട് വേണം പോവാൻ. അതായത് രാജഗിരിയിലായിരുന്നു ആദ്യം പോയത്. പക്ഷേ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ അവിടെ വൈറസ് അറ്റാക്ക്, അതായത് അവിടുത്തെ കമ്പ്യൂട്ടറുകളിൽ വൈറസ് അറ്റാക്ക് ഉണ്ടായി. അതോ ആരോ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചതാണോ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് എനിക്കും പിടിയില്ല. എന്തോ ഒരു വൈറസ് അറ്റാക്ക് ഉണ്ടായി, അത് തന്നെ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എന്തുകൊണ്ട് ഒരു വൈറസ് അറ്റാക്ക് ഉണ്ടായതിൻ്റെ പേരിൽ നമുക്ക് പിന്നെ അവിടെ ഒരു പുതിയ അപ്പോയിൻമെൻറ്റ്സ് ആരും ഇവിടെ എടുക്കുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് ഗൈനക്കിനെയാണ് കാണിക്കേണ്ടത്. അവിടെ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടില്ലാത്തത് കൊണ്ട് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് അവരിത് 3-4 ദിവസമായി അവർ ഇഷ്യൂ തുടങ്ങിയിട്ട് റിസോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ഡാറ്റ വീണ്ടും റിക്കവർ ചെയ്ത് ഒന്നേന്ന് സെറ്റ് ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ നല്ല സമയം എടുക്കുമല്ലോ, നിസ്സാര സമയമല്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സമയത്തിനിടയ്ക്ക് എന്താ പറയുക നമുക്ക് നമ്മുടെ കാര്യങ്ങളും ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് രാജഗിരി നോക്കിയാവുന്നത് വരെ അല്ലെങ്കിൽ ഓക്കെ ആവുന്നതിന് മുൻപ് ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ പോവുകയാണ് നാളെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് ഏതാണ് കാര്യം എന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. അതുവരെ ഇപ്പം ഇങ്ങനെ നിൽക്കട്ടെ. നാളത്തെ വീഡിയോയിൽ നമുക്ക് നിങ്ങളോടത് പറയാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. നാളെ പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുഞ്ഞുണ്ണിക്ക് എന്തായാലും ഉടനെ പോകണം. അപ്പോൾ വന്നിട്ടും കുറച്ചായി, അപ്പോൾ അവന് ഉടനെ പോകണം. അപ്പോൾ അതിന് മുൻപ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെനിക്കൊരു സഹായമായിരിക്കും. കാരണം അറിയാമല്ലോ, വാഹനം എനിക്ക് ഓടിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. ഈ ലൈസൻസിൻ്റെയൊക്കെ ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഊബറായിരിക്കും ശരണം. അപ്പം അതുകൊണ്ട് അവനുള്ളപ്പം മാത്രമല്ല എവിടെയൊക്കെ പോകാനാണല്ലോ അവനെനിക്കൊരു കൈത്താങ്ങാണ്. അപ്പം ഒറ്റയ്ക്ക് ചെയ്യുന്നതും ഒരു കൈത്താങ്ങുള്ളതൊക്കെ രണ്ടും ഡിഫറൻസ് ഉണ്ടല്ലോ. അങ്ങനെ അപ്പോൾ അവനുള്ളപ്പം മാക്സിമം കാര്യങ്ങൾ തീർക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് നാളെ കാണാം. ബൈ.